PM ശ്രീ വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് ഇപ്പോഴത്തെ സർക്കാർ നടത്തിയിട്ടുള്ളത്. എന്തൊരു ചളിയാടോ. ഓർമ്മയില്ലേ, അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കി കളിയെന്ന് പറഞ്ഞിരുന്നില്ലേ? എവിടെ പോയി നാക്ക്? എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്തേ ഇപ്പൊ അതിനെ കുറിച്ച് പറയാത്തത്? എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു മുഴക്കിയിരുന്നത്. അതെ, പോലീസുകാർ കയറി ഇറങ്ങുന്ന വീടാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? സെൽഫി എടുക്കാൻ വരുന്ന ചെറുപ്പക്കാരെ തട്ടി ഓടിക്കുന്ന മുഖ്യമന്ത്രിയെ പ്രതിപക്ഷത്തിരുത്തി ആ കസേരയിൽ ഒരു പൂക്കി മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന ഡിജിറ്റൽ സാക്ഷരതയുടെ മനുഷ്യരാണ് സർ നമ്മുടെ നാട്ടിലുള്ളത്. കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും വിവരമൊക്കെ നിനക്ക് വച്ചു അല്ലേ? സർവ്വ മേഖലയിലും ഭരണമാറ്റത്തിന്റെ ഉണർവ് പ്രകടമാണ്. ഓപ്പറേഷൻ തൂഫാൻ അതിനൊരു ഉദാഹരണമാണ്. ഇതിനോടകം ആളുകൾ ചോദിക്കുകയാണ്, എവിടെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളുടെ ആഭ്യന്തരമന്ത്രി എവിടെയായിരുന്നു എന്ന്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ആദ്യമായി നിപ്പ വന്ന് ഒരു വീട്ടിലെ 2 പേർ മരണപ്പെട്ടിട്ടും അവർക്ക് വേണ്ടതൊന്നും ചെയ്യാൻ ഇപ്പോൾ നടന്നു വരുന്ന നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ച LDFന്റെ ക്രൂരതയ്ക്ക്, എമ്പതി ഇല്ലായ്മയ്ക്ക് കേരളത്തിന്റെ പൊതു മനസാക്ഷി മാപ്പ് നൽകില്ല സർ. അത് അയവാച്ചൻ ഇത് ആദ്യമായതുകൊണ്ടാ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ഒരു ശീലം ആയിക്കോളും. കവളപ്പാറ ദുരന്തമുഖം സന്ദർശിക്കാതെ ഒളിച്ചോടിയ, ഓഖി ദുരന്ത ബാധിത പ്രദേശത്ത് പോകാതിരിക്കുകയും പിന്നീട് പോയപ്പോൾ ജനങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിന് ലഭിച്ചത്. മുഖ്യമന്ത്രി സന്ദർശിച്ചാൽ എന്ത്, സന്ദർശിച്ചിട്ടില്ലെങ്കിൽ എന്ത് എന്ന അവസ്ഥയായിരുന്നു ഈ നാടിൽ. ഭരണപരമായിട്ടുള്ള ഈ അനാഥത്വത്തിന്റെ പരിഹാരമാണ് സർ UDFന് ലഭിച്ച ഈ മാൻഡേറ്റ്. അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. കാണ്ടാമൃഗം തോറ്റു. ഈ തിരിച്ചടി വാങ്ങി 30 ദിവസം തികയുന്നതിന് മുമ്പ് ആരോഗ്യമന്ത്രി കോഴിക്കോട് സ്റ്റേഷൻ ചെയ്ത് പ്രവർത്തിച്ചിട്ടില്ല എന്ന ആരോപണം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന് കൈമോശം വന്ന രാഷ്ട്രീയ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഭരണപരമായിട്ടുള്ള അനാഥത്വമായിരുന്നു. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? ദീർഘവീക്ഷണത്തോടെ യാതൊരു പുതിയ നികുതിയും സാധാരണക്കാരന്റെ മേൽ അടിച്ചേൽപ്പിക്കാത്ത ഒരു ബജറ്റാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ സഭയിൽ അവതരിപ്പിച്ചത്. അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ 10 വർഷത്തെക്കുറിച്ച് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. മിണ്ടണ്ട, അധികമൊന്നും മിണ്ടണ്ട. ആരും ഒന്നും മിണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.